ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നും വന്നിട്ടുള്ളത് ഒരു പൗച്ച് വീഡിയോയുമായിട്ടാണ്, പെൻസിൽ പൗച്ചിൻ്റെ. അപ്പോൾ അതിന് നമ്മൾ തുണി എടുത്തിട്ടുള്ളത് ഇങ്ങനെ 2-3 കഷ്ണങ്ങൾ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള തുണിയാണ്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പൗച്ച് തയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ക്യാൻവാസൊക്കെ ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ചെറിയൊരു ഡിസൈനിങ്ങും കാര്യങ്ങളും ഞാൻ അതിന് സെറ്റാക്കിയിട്ടുണ്ട്. സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ക്രോസിലൊക്കെ സ്കെയിലും പേനയും കൂടെ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്ത തുണിക്ക് നല്ലൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. സെയിം അളവ് തന്നെ 10 ഇഞ്ച് നീളവും 11 ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത്. അതേ അളവ് തന്നെ ലൈനിങ്ങും പേപ്പർ ക്യാൻവാസും എല്ലാം അതേ അളവ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ കള്ളികൾ വരച്ച് കൊടുത്തത് ആ സ്കെയിലിൻ്റെ വീതിയിലുള്ള കള്ളികളാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ആ കള്ളികൾ കൊടുത്തിട്ട് നമ്മൾ വരച്ചെടുത്തില്ലേ, അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നമ്മൾ തയ്ച്ചു കൊടുക്കണം. കുറച്ച് മെനക്കെട്ട പണിയാണ്, എന്നാലും കുഴപ്പമില്ല. തയ്ച്ച് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഡിസൈനും ആവും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ തെന്നി പോകത്തില്ല. ജോയിൻ്റൊക്കെ ചെയ്ത് വെക്കണ കഷ്ണങ്ങളാവുകൊണ്ട് അത് വിട്ടു പോകാൻ ഒക്കെ സാധ്യത വളരെ കുറവാണ് അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ കാണാനും നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ ഓരോ കള്ളികളും നമ്മൾ തയ്ച്ചെടുക്കണം. എന്തായാലും തയ്ച്ച് കഴിയുമ്പോൾ സംഭവം അടിപൊളിയാണ്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതേപോലെ മൊത്തത്തിൽ ഞാൻ തയ്ച്ചെടുക്കുകയാണ്. തയ്ച്ചെടുത്തു. ഒരു സൈഡ് മൊത്തം ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് സൈഡും തയ്ച്ചിട്ടുള്ള ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ പുറകു വശമാണ് ഈ കാണുന്നത്. കണ്ടല്ലോ, രണ്ട് സൈഡ്. പിന്നെ ഒരാൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചിരുന്നു, നൈറ്റിയുടെ ഷിബാണോ എടുക്കുന്നത്? ഒരിക്കലും അല്ല, നൈറ്റിയുടെ ഷിബാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഈ കുഞ്ഞതാണ് നൈറ്റിയുടെ ഷിബ്. അതിനേക്കാളും വലിയൊരു ഷിബാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുണ്ടല്ലോ, എനിക്ക് ബാഗിൻ്റെ ഷിബ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ഷിബ് വാങ്ങാൻ കിട്ടും. 15 രൂപ എങ്ങാണ്ടാണ് ഒരു ഷിബിന്. അത് വെച്ചിട്ടാണ് ഞാൻ പൗച്ച് തയ്ച്ചിട്ടുള്ളത്. കണ്ടല്ലോ, നൈറ്റിയുടെ ഷിബിനേക്കാൾ ഒരുപാട് വലിപ്പമുണ്ട് ഇതിന്. 17 ഇഞ്ചോ അങ്ങനെ എത്രയാണ് ഇതാണ് അളവ്. അപ്പോൾ നമ്മൾ പൗച്ച് തയ്ക്കാൻ തുടങ്ങുകയാണ്. പിന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ പൗച്ച് ചെയ്തതിനേക്കാളും ചെറിയൊരു വ്യത്യാസത്തിലാണ് ഞാൻ തയ്ക്കുന്നത്. കാരണം അതിന് നമ്മൾ തുണിയും അതേപോലെ ലൈനിങ് തുണിയും കൂടെ ആദ്യം ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷിബ് വെച്ചിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ നല്ല തുണി വെച്ച് അതിൻ്റെ മുകളിൽ ഷിബ് വെച്ച് പിന്നെ നമ്മൾ ലൈനിങ് തുണിയും വെച്ചും ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കണം. രണ്ട് സൈഡിലും നോക്ക്, പതിച്ചടിച്ച് എല്ലാം ഇതാക്കി. അപ്പോൾ ഉൾഭാഗം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. രണ്ട് സൈഡും അതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. മറ്റേ തയ്യൽ തുമ്പൊക്കെ കാണുന്ന വിധത്തിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേത്. ഷിബിൻ്റെ സൈഡിലൊക്കെ തയ്യൽ തുമ്പ് കാണുമായിരുന്നു. ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തയ്യൽ തുമ്പൊന്നും കാണാത്ത വിധത്തിലാണ് ഇപ്രാവശ്യം ഇതേപോലെ തയ്ച്ചപ്പോൾ കിട്ടിയത്. ആദ്യം തയ്ച്ചതിനേക്കാളും കൂടുതൽ എനിക്ക് ഈസിയായി തോന്നിയതും ഇങ്ങനെ ചെയ്യാനാണ്. കാരണം ഒന്നും കൂടെ നല്ലൊരു വൃത്തി തോന്നുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല വൃത്തിയായിട്ട് ഷിബൊക്കെ രണ്ട് സൈഡിൽ നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുകയാണ്. സെൻറ്ററൊക്കെ രണ്ട് സൈഡിലും ഇതേപോലെ കട്ടിട്ട് കൊടുക്കുകയാണ്. കട്ടിട്ട് കൊടുത്തു. ഇനി ആ മാർക്ക് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഷിബിൻ്റെ നടുഭാഗം വരുന്ന വിധത്തിൽ ആ സെൻറ്ററിൽ തന്നെ നമ്മൾ ഒരറ്റത്ത് വള്ളിയും വെച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതായത് ആ കട്ടിട്ട് കൊടുത്ത ആ സെൻറ്ററിൽ തന്നെ ഒരു വള്ളിയും നമ്മുടെ ഷിബിൻ്റെ സെൻറ്റർ ഭാഗം കൂടെ ചേരുന്ന വിധത്തിൽ പതിച്ച് വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാൻ. അപ്പോൾ രണ്ട് സൈഡും ഇപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഷിബിൻ്റെ
ഇതും സൈഡിലുള്ള തയ്യൽ തുമ്പ് എല്ലാം നമുക്കൊന്ന് വെട്ടി മാറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള തയ്യൽ തുമ്പ് മാത്രം കൊടുത്തിട്ട് ബാക്കി നമുക്ക് വെട്ടിക്കളയാം. കണ്ടോ, ഇതേപോലെ ശ്രദ്ധിച്ച് വെട്ടിയെടുക്കുക. കണ്ടോ, ഇനി നമുക്ക് ആ 4 കോർണർ വരുന്നുണ്ടല്ലോ, ആ 4 കോർണറിലും 1 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയിലും നമുക്ക് 4 കളം വരച്ചിട്ട് ഇതേപോലെ കണ്ടല്ലോ, 1 ഇഞ്ച് വീതിയും 1 ഇഞ്ച് നീളത്തിലുമായിട്ട് നമുക്കത് വെട്ടി മാറ്റി വെക്കണം. കണ്ടോ, ഇതേപോലെ വെട്ടി ഇനി അത് 4 സൈഡും തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 4 സൈഡും തയ്ച്ച് എടുത്തിട്ടുണ്ട്. ആ കോർണറുകളെല്ലാം ഒരേ അളവിൽ തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. വെട്ടുമ്പോഴും തയ്ക്കുമ്പോഴും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. എന്നാലേ പൗച്ചിന് അതിൻ്റേതായ ഭംഗി കിട്ടത്തുള്ളൂ. കോർണർ ശരിയായി കിട്ടണം. കണ്ടോ, ഇപ്പോൾ നല്ല അടിപൊളി പൗച്ചായി. ഇതിൻ്റെ ഉള്ളിൽ തുണികളോ മറ്റു കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. എന്നാൽ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ വീഡിയോയിൽ കാണുന്നത് എത്രത്തോളാന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത്രയൊക്കെ വൃത്തിയിൽ തയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും ഇതൊരു പ്രതീക്ഷ ഉണ്ടായില്ല. അതേപോലെ ഞാൻ ഒരെണ്ണം കൂടെ ഞാൻ അതിൻ്റെ കൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതും നല്ല അടിപൊളിയായിട്ട്, ഇതിൻ്റെ ഉള്ളിലൊന്നും ഒരു തുണി പോലും ഞാൻ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല, ഒരു പേപ്പർ ഒന്നും വെച്ച് കൊടുത്തില്ല. എന്നാലും നല്ല പോലെ പൊങ്ങി നിൽക്കുന്നുണ്ട്, കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ പോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ